ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാർത്തിക വിളക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ദീപാവലിക്കൊന്നും വിളക്ക് ഇങ്ങനെ കൊളുത്തി വെക്കില്ല, ദീപമൊന്നും. പക്ഷേ കാർത്തിക വിളക്കിന് ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദീപമൊക്കെ കൊളുത്തി വെക്കാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിങ്ങൾക്ക് ഈ കാര്യം കാണിച്ചു തരാം. ഞാൻ മുറ്റം അടിക്കുകയായിരുന്നു കേട്ടോ. മുറ്റം അടിച്ചു വാരായിരുന്നു. ചെറുതായിട്ട് മഴ ചാർന്നുകൊണ്ട് ഒരാൾ ഇവിടെ കുട പിടിച്ചിട്ട് ശരി അവള് തർക്കാൻ പറയുകയാണ്. അവളാണ് കൂടുതൽ അടിച്ച്, ഞാനല്ല. അപ്പോൾ അവള് വട്ടമൊക്കെ വരച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. വട്ടമൊക്കെ വരച്ച് വെച്ചിട്ട് അതിനുള്ളിലാണ് ചപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളത്. ഇവിടെ വേറെ കിടക്കുന്നുണ്ട്, അതൊന്നും അവൾ അടിക്കാണ്ട് അവിടെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം വെച്ചിട്ട്. വിളക്കൊക്കെ അന്ന് കവറിലാക്കി വെച്ചതാണ് കേട്ടോ വിളക്കൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് എടുക്കുന്നത്. അതൊക്കെ ഞാൻ പുറത്തെടുത്ത് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് മഴ തുള്ളുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ തീരെ ശരിയല്ല, തുള്ളി മഴ പെയ്യാണ്. അപ്പോൾ എങ്ങനെ കാർത്തികളൊക്കെ സെറ്റാക്കാമെന്ന് അറിയത്തില്ല. പിന്നെ അടുത്ത കാവിലൊക്കെ നല്ലപോലെ കുറേയൊക്കെ വെച്ചിട്ട് ഗണപതി ചിത്രമൊക്കെ വെച്ച് വെക്കട്ടോ. ഗണപതിയുടെ ചിലപ്പോൾ ഉണ്ണി കണ്ടിരിക്കും, പല ദൈവത്തിൻ്റെ ചിത്രങ്ങളൊക്കെ വെച്ച് ചെയ്യും. അതൊക്കെ കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ദീപങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു തിരിയുടെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലുപ്പം ഉണ്ടാകും. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പുറത്തു അവിടെ വെക്കടി, ഇത്ര വലുപ്പം ഉണ്ടാകും. പക്ഷേ ഞാനത് പൊടിച്ചിട്ട് അതിൻ്റെ ഹാഫ് വലുപ്പത്തിലാക്കി മാറ്റിച്ചു. നമുക്കത് തിരി വെക്കാം. അവിടെ പോയിരിക്കുമെന്ന് വിചാരിക്കും. നമുക്ക് അവളെ കാണുന്ന ഇഷ്ടമല്ല, കൈ മാത്രമേ കാണൂ. നമ്മൾ അവിടെ പോയിരിക്കട്ടോ, ക്യാമറയുടെ പിന്നിൽ. എനിക്ക് അങ്ങനെ നമ്മ ചോളൊക്കെ തിന്നോട്ട് വരുന്നു ഫ്രണ്ട്സ്. അതുകൊണ്ട് അവൾ ചോളൊക്കെ വാരി ചോളകം ഇതിനിടയിൽ നമുക്ക് പവർ വരാൻ എടുത്തോളൂ തിരികൾ വെക്കുന്നതിൻ്റെ കാരണം അതാകുമ്പോൾ അതിൽ നിന്നോളും. മറ്റേ വലുതാണെങ്കിൽ അതിൽ ഓവർ വലുപ്പായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ നമ്മുടെ എണ്ണ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റല്ല രണ്ടാമത് തന്നെ ഞാൻ എണ്ണ കളഞ്ഞിട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് നല്ല വൃത്തിയായത് കൊണ്ട് ഇവിടെ അടിച്ചുവരാൻ മറന്നുപോയി ഗൈസ്. ഞങ്ങൾ ദീപങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്യാമറ ദൂരത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ദീപം തിണ്ടിൽ മുതലുമ്പോൾ വെച്ചിട്ടുള്ളത് നേരാവണ്ണം കാണുന്നുണ്ടാകില്ല കേട്ടോ.
കോണിപ്പടിയിലും ദീപമൊക്കെ ഞങ്ങൾ മേലേശം കൊളുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തിണ്ടത്തും വെച്ചിട്ടുണ്ട്, സ്റ്റെപ്പിലും വെച്ചിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിൽ വെച്ചത് ഞാനൊരു ഫോട്ടോ ആയിട്ട് ലാസ്റ്റ് കൊടുക്കാവേ, വീഡിയോയുടെ ലാസ്റ്റ്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ടെറസിൻ്റെ മുകളിൽ കേട്ടോ. പിന്നെ ഞാൻ കാവിലോട്ട് പോകാനൊക്കെ റെഡിയായി. ഞാനൊരു ഏവിലയുടെ മാലിക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാവിലോട്ട് പോകുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോണിന് എണ്ണ ആയിട്ട് തോന്നുന്നു, തീരെ ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ദീപമൊക്കെ കൊളുത്തി വെക്കുകയായിരുന്നു കേട്ടോ. കാവുന്ന് അവരും മലരും പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഫുള്ള് നല്ലപോലെ ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദീപം. എല്ലാവിടെ എവിടെ നോക്കിയാലും ദീപമായിരുന്നു. കാവിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ മതിലുകളിൽ വേറെയുള്ള ദൈവങ്ങളുടെ അടുത്ത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാവിൻ്റെ അടുത്തായിട്ട് ഗണപതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു ചെറിയ ഗണപതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൗണ്ടിൽ വലുതായിട്ട് ശിവൻ്റെ ശൂലവും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫോണിൽ കാണിക്കുമ്പോൾ നേരെ കാണുന്നില്ല, അതിൻ്റെ ഫോട്ടോയും ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഞാൻ കുറേ കാണിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നേരെ കാണുന്നില്ല. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാർത്തിക വിളക്കിന് കാവിലോട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ ഇവിടെ ഓരോ പരിപാടി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാർ വരാറൊക്കെ ഉണ്ട് കേട്ടോ. മുകൾ ഭാഗത്ത് ശിവനും അതിൻ്റെ അടിഭാഗത്ത് അടിയിൽ ഓം എഴുതിയിട്ടുള്ളതാണ് കേട്ടോ ഉള്ളത്. ശിവനെ എനിക്ക് നേരെ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കല്ലൂടെ എവിടെ തീ കണ്ടാലും ദീപം കണ്ടാലും എന്ത് കണ്ടാലും അവൾ തമ്പാട്ടി എന്ന് പറയും കേട്ടോ. അവളിപ്പോൾ തീ നമ്മൾ ചപ്പ് കൂട്ടി കത്തിക്കുന്നുണ്ടാവില്ല, അവൾ തമ്പാട്ടി എന്ന് പറയും കേട്ടോ തീനെ കണ്ടിട്ടൊക്കെ. പിന്നെ ഞാനും അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ശിവൻ്റെ ഫോട്ടോ കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയായിരുന്നു എൻ്റെ വീഡിയോ ടോട്ടലി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര എളുപ്പ വീഡിയോ. എല്ലാവർക്കും ബൈ.